സുജിയ, കേരളത്തിലെ പ്ലാൻ വിജയിക്കുമോ? അധികാരത്തിലെത്തുക എന്നതാണല്ലോ ഏത് രാഷ്ട്രീയ പാർട്ടിയും ആഗ്രഹിക്കുന്നത്. അതിപ്പോൾ CPIM ആയാലും കോൺഗ്രസ് ആയാലും BJP ആയാലും അവർ ഒരു രാഷ്ട്രീയ പാർട്ടിയായി പ്രവർത്തിച്ചു വരുമ്പോൾ അധികാരത്തിലേക്ക് എത്തുക, പാർലമെന്ററി രാഷ്ട്രീയത്തിന്റെ ഭാഗമാവുക. അപ്പോൾ രാജ്യത്ത് വിവിധ സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ BJP ആണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയുടെ ഒരു രാഷ്ട്രീയ ഭൂപടം എടുത്ത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കാവി പുതച്ച് കിടക്കുന്നതാണ്. ഇന്നലത്തെ ബീഹാർ വിജയത്തോടുകൂടി അത് സമ്പൂർണ്ണമായിരിക്കുകയാണ്. ഘടകകക്ഷികൾക്കൊപ്പം അത് തനിയെ ഒക്കെ ഭരിക്കുന്ന സംസ്ഥാനങ്ങളാണ്. അപ്പോൾ കേരളവും ഇന്ത്യയിലെ ഒരു സംസ്ഥാനമാണ്. ഇങ്ങേയറ്റത്ത് കിടക്കുന്നു, ചുവന്ന് കിടക്കുന്നു എന്നതിന്റെ അർത്ഥം അത് എല്ലാ കാലവും ചുവന്ന് കിടക്കും എന്നുള്ളതല്ല. നിലവിലത്തെ സാഹചര്യത്തിൽ പ്രതിപക്ഷത്തിന് ശക്തിയില്ലാതിരുന്നത് കൊണ്ടാണ് തുടർ ഭരണത്തിലേക്ക് പിണറായി സർക്കാർ വന്നത്. അതോടൊപ്പം തന്നെ അടുത്ത ഊഴത്തിലേക്ക് അവർ പോകും എന്നുള്ള അമിത ആത്മവിശ്വാസത്തിലേക്ക് ഇടത് സർക്കാരിന് എത്താൻ സാധിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇവിടുത്തെ പ്രതിപക്ഷം നിഷ്ക്രിയമായതുകൊണ്ടാണ്. പ്രതിപക്ഷം എന്ന് പറയുമ്പോൾ പ്രധാന പ്രതിപക്ഷമായി നിയമസഭയിലുള്ളത്, താങ്കൾ പറഞ്ഞത് ശരിയാണ്, കേരളത്തിൽ BJPക്ക് നിയമസഭയിൽ അക്കൗണ്ട് ഇല്ല, പുറത്ത് മാത്രമേ ഉള്ളൂ. അതായത് ജനഹൃദയങ്ങളിൽ മാത്രമേ നിലവിൽ ഇപ്പോൾ അക്കൗണ്ട് ഉള്ളൂ, നിയമസഭയിൽ അക്കൗണ്ട് ഇല്ല. നിയമസഭയിൽ അതായത് ഹൃദയത്തിലുണ്ടെന്നുള്ളത് ബീഹാറിലേത് ഇനിയും സാറ് കണ്ടില്ല എന്ന് വിചാരിക്കരുത്. അപ്പോൾ നിയമസഭയിൽ അക്കൗണ്ട് ഇല്ല. അതുകൊണ്ട് തന്നെ നിയമസഭയിൽ ഇരിക്കുന്ന പ്രതിപക്ഷം എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ നിയമസഭയിലെ പ്രതിപക്ഷം അക്കൗണ്ടുള്ള, കാലങ്ങളായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന വളരെ ഹീറോയിക് ആയിട്ടുള്ള നേതാക്കളുള്ള കോൺഗ്രസ് എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? കോൺഗ്രസിന് എന്തുകൊണ്ടാണ് ഇടതുപക്ഷത്തിന്റെ തുടർ ഭരണം തടയാൻ കഴിയാതെ പോയത്? അപ്പോൾ കോൺഗ്രസിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യില്ല. ബീഹാറിലെ കോൺഗ്രസിന്റെ തകർച്ച 8 നിലയിൽ പൊട്ടി താഴെ വീണ് ഉരുളുകയാണ്. രാഹുൽ ഗാന്ധിക്ക് ഇന്ന് മിണ്ടാനില്ല. എന്തെങ്കിലും പറയാനുണ്ടോ? മാധ്യമങ്ങളുടെ മുന്നിൽ നിന്ന് മോദി വരുന്നില്ലേ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നവർക്കൊന്നും ഇന്ന് അത് ചർച്ച ചെയ്യേണ്ട. രാഹുൽ ഗാന്ധി മിണ്ടാതെ ഓടി. ഞാൻ പറഞ്ഞ പോലെ ഇന്നലെ കണ്ടമൊഴി ഓടുകയാണ് രാഹുൽ ഗാന്ധി ചെയ്തത്. അങ്ങനെ ചെയ്ത് രാഹുൽ ഗാന്ധിയെ കുറിച്ച് ചർച്ച ചെയ്യാനല്ല, കേരളത്തിലെ BJPയുടെ പ്ലാൻ വിജയിക്കുമോ എന്നതാണ് ഇപ്പോഴത്തെ ചർച്ച. അത് ചർച്ചയാക്കിയത് നല്ലതാണ്. അതിന്റെ അർത്ഥം എന്താണ്? കേരളത്തിലെ പ്ലാൻ വിജയിക്കുമോ എന്ന ചോദ്യം വരുന്നുണ്ടെങ്കിൽ ഏറ്റവും വലിയ നരേന്ദ്രമോദി ക്രിട്ടിക്കായ ജിമ്മി ജെയിംസ് അടക്കം 4 സീറ്റ് വരെ BJPക്ക് കിട്ടാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞല്ലോ. അതാണ് കേരളത്തിലെ മാറ്റം. അതാണ് കേരളത്തിലെ BJPയുടെ മാറ്റം. പറഞ്ഞില്ല എന്ന് പറയാൻ വരട്ടെ, അദ്ദേഹം പറഞ്ഞത് ഞാൻ കേട്ടതാണ്. ഇതേ ഫോറത്തിൽ ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ് പറഞ്ഞതാണ്, ഏറ്റവും വലിയ നരേന്ദ്രമോദിയുടെ ക്രിട്ടിക്കായ ജിമ്മി ജെയിംസിന് വരെ കേരളത്തിൽ BJP അക്കൗണ്ട് തുറക്കുമെന്നുള്ള പ്രതീക്ഷ വന്നു കഴിഞ്ഞു. അതാണ് കേരളത്തിലെ BJPയുടെ മാറ്റം. അതാണ് കേരളത്തിലെ BJPയുടെ മാറ്റം. അതാണ് കേരളത്തിലെ BJPയുടെ മാറ്റം. അപ്പോൾ കേരളം ഇന്ത്യയിലെ സംസ്ഥാനമായതുകൊണ്ട് തന്നെ 4 പോരല്ലോ. അധികാരത്തിലേക്ക് എത്താൻ 4 മതിയോ? താങ്കൾക്ക് അറിഞ്ഞുകൂടെ കേവല ഭൂരിപക്ഷത്തിന് എത്ര വേണമെന്ന്? കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്താനുള്ള സീറ്റിലേക്ക് BJP എത്തുകയും ചെയ്യും, കേരളത്തിൽ സർക്കാർ ഉണ്ടാക്കുകയും ചെയ്യും. 2022 നരേന്ദ്രമോദി കൊല്ലത്ത് വന്ന് നടത്തിയ ഒരു പ്രസംഗമുണ്ട്. അതിൽ പറഞ്ഞത് 0 നിന്നാണ് ത്രിപുരയിൽ സർക്കാർ ഉണ്ടാക്കുന്നതിലേക്ക് എത്തിയത്. അത് കൃത്യമായി ഇലക്ട്രൽ പൊളിറ്റിക്സിലൂടെയാണ്. കൃത്യമായി ത്രിപുരയിൽ ഗ്രൗണ്ട് മാനേജ് ചെയ്ത് തന്നെയാണ് ത്രിപുരയിൽ സർക്കാർ ഉണ്ടാക്കിയത്. ത്രിപുരയിൽ കാലാകാലങ്ങളായി ചുവന്ന് കിടക്കുകയായിരുന്നല്ലോ. ആ ചുവന്ന് തുടുത്തിരുന്ന ത്രിപുര ഇപ്പോൾ എങ്ങനെയാണ്? കാവി പുതച്ച് കിടക്കുകയാണ്. അവിടെ കോൺഗ്രസിനെ പൊടിയുണ്ട്, അതായത് അനിക്സ്പ്രേ പോലെയായി, പൊടി പോലുമില്ല കണ്ടുപിടിക്കാൻ എന്ന നിലയിലായി ത്രിപുരയിലെ കോൺഗ്രസ്. കേരളത്തിലും അത് തന്നെ സംഭവിക്കും. അപ്പോൾ ഇവിടെ BJP അധികാരത്തിൽ വരികയും ചെയ്യും. അത് കാണാനും അതേക്കുറിച്ച് ചർച്ച ചെയ്യാനും താങ്കൾക്കും ഭാഗ്യമുണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. അപ്പോൾ എന്തായാലും സീറ്റില്ലാതിരുന്ന സാഹചര്യത്തിൽ നിന്ന് സീറ്റുള്ള സാഹചര്യത്തിലേക്ക് വരുമോ? അതാണല്ലോ ചോദ്യം. അത് വരും എന്നത് തന്നെയാണ് എൻ്റെ ഉറച്ച മറുപടി. കാരണം ബീഹാറിൽ BJPക്ക് അനുകൂല സാഹചര്യമായിരുന്നു. ഇന്നലെ ഇപ്പോൾ വോട്ടെണ്ണി കഴിഞ്ഞപ്പോൾ എന്താണ് നമ്മൾ കണ്ടത്? ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി ബീഹാറിൽ BJP മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. സോഷ്യലിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്ക് വളക്കൂറുണ്ടായിരുന്ന, അതുപോലെ തന്നെ കോൺഗ്രസ് കാലങ്ങളായി അവിടെ വേരൂന്നിയിരുന്ന, 6.5 പതിറ്റാണ്ടോളം കാലം കോൺഗ്രസിന് അവിടെ എത്രത്തോളം ശക്തി ഉണ്ടായിരുന്നു, അതിൽ നിന്ന് ഇന്നിപ്പോൾ കോൺഗ്രസിന്റെ ശക്തി ക്ഷയിച്ച് കയ്യിൽ എണ്ണിയെടുക്കാൻ പറ്റുന്ന സീറ്റുകളിലേക്ക് കോൺഗ്രസ് ചുരുങ്ങി എന്നുണ്ടെങ്കിൽ ദുർബലമാകുന്നത്, നശിച്ചുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസ് ആണ് എന്നുള്ളൊരു സത്യം നമ്മൾ തിരിച്ചറിയണം. അത് തിരിച്ചറിയാതെ BJP വളരുമോ BJP ഒരിക്കലും വളരില്ല, കേരളത്തിൽ ഒരിക്കലും വരില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നാൽ ബീഹാറിൽ കണ്ടത് തന്നെ ഇവിടെയും കാണേണ്ടി വരും. യാഥാർത്ഥ്യബോധത്തോടെ നമ്മൾ കാര്യങ്ങളെ സമീപിക്കണം എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോടൊക്കെ പറയാനായിട്ടുള്ളത്. അപ്പോൾ ബംഗാളിലേക്ക് വരാം. പശ്ചിമ ബംഗാൾ 34 വർഷം തുടർച്ചയായി ഭരിച്ചതാണ്. ഇവിടെ ഇപ്പോൾ 10 വർഷം ആകുന്നതേ ഉള്ളൂ, 3-ാം ഊഴത്തിലേക്ക് പോകാൻ പോകുന്നതേ ഉള്ളൂ. എന്തായാലും ഇടതുപക്ഷം അവരുടെ പ്രതീക്ഷ അനുസരിച്ച് സംഭവിക്കുകയാണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ ആ 15 വർഷം പൂർത്തിയാകുമ്പോൾ ബംഗാൾ ആവർത്തിക്കൂടെ? ഉറപ്പാണ്. കാരണം എത്രത്തോളം എന്ന് വെച്ചാണ് ആളുകളെ പറ്റിക്കാൻ കഴിയുക? അപ്പോൾ ഇത് ജനകീയ സർക്കാരാണ്. ബംഗാളിലപ്പോൾ ആയിരുന്നില്ലേ? ബംഗാളിൽ 34 വർഷം ഇടതുപക്ഷമായിരുന്നു. അതപ്പോൾ ജനകീയ സർക്കാർ ആയിരുന്നില്ല എന്ന് ആൻഡോ സാർ പറയുകയാണെങ്കിൽ, അല്ല താങ്കൾക്ക് തന്നെ അങ്ങനെ ഒരു ബോധ്യമുണ്ടെങ്കിൽ പിന്നെ ഞാനൊന്നും പറയുന്നില്ല. പശ്ചിമ ബംഗാൾ ഇടതുപക്ഷത്തെക്കാൾ ചുവന്ന ഭൂമിയാണ്. കേരളത്തിൽ BJPയുടെ ചെപ്പടി വിദ്യ ഒന്നും കേരളത്തിൽ BJPക്ക് ചെപ്പടി വിദ്യ വേണ്ട സാർ. BJPക്ക് ചെപ്പടി വിദ്യ വേണ്ട. ജനങ്ങളെ അണ്ടർഎസ്റ്റിമേറ്റ് ചെയ്യരുത്. കേരളത്തിലെ എന്നല്ല, രാജ്യത്തെ ഒരു സ്ഥലത്തെയും ആളുകളെ പൈസയ്ക്ക് വോട്ട് എന്ന് പറയുന്നത് ശരിയല്ല. താങ്കൾ പണം തരുന്നവർക്കാണോ വോട്ട് ചെയ്യുന്നത്? അല്ലല്ലോ, ഞാൻ എന്തായാലും അങ്ങനെയല്ല. താങ്കൾ പണം കിട്ടുന്നവർക്കാണോ വോട്ട് ചെയ്യുന്നത്? ഞാൻ എന്തായാലും അങ്ങനെയല്ല. രാജ്യത്തെ ഒരാളും അങ്ങനെയല്ല. രാജ്യത്തെ അങ്ങനെയല്ലെന്നേ. രാജ്യത്തെ ഒരാളും അങ്ങനെയല്ല. കേരളത്തിൽ എന്നല്ല, ഈ രാജ്യത്ത് 10,000 കൊടുത്ത് വോട്ട് വാങ്ങിക്കുന്നു. താങ്കൾ എങ്ങനെയാണ് അത് പറയാൻ കഴിയുക? അങ്ങനെയാണെങ്കിൽ ഇവിടെ 64 ലക്ഷം ആളുകൾക്ക് പെൻഷൻ കൊടുക്കുന്നത് ഈ
അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാർ ആനുകൂല്യമാണ്. 10,000 രൂപ കൊടുക്കുകയാണ്. അതൊരു പദ്ധതിയുടെ ഭാഗമാണ്. ഞാൻ താങ്കൾക്ക് പറഞ്ഞുതരാം, അതൊരു പദ്ധതിയുടെ ഭാഗമാണ്. ആ പദ്ധതിയുടെ പേര് കൂടി മനസ്സിലാക്കി പോകണം. മുഖ്യമന്ത്രി ഞാനെന്ന് പറഞ്ഞോട്ടെ, എന്റെ അവസരമാണ് മഹിളാ റോസ്ഗാർ യോജന. ആ പദ്ധതിയുടെ ഭാഗമായി ആ പദ്ധതി അത് സ്ത്രീകൾക്ക് 1.5 കോടി പറയട്ടെ, 1.5 കോടി വനിതാ സംരംഭകരെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പദ്ധതിയാണത്. ആ പദ്ധതി വനിതാ സംരംഭം എന്ന് പറഞ്ഞാൽ എന്താ? തൊഴിലുണ്ടാക്കുന്ന ജോലിയാണ്, തൊഴിലുണ്ടാക്കുന്ന സംരംഭമാണ്. 10,000 രൂപയ്ക്ക് ബീഹാറിലെ ഒരു വനിതയ്ക്ക് ഓണ്ടർപ്രണർ ആവാൻ പറ്റുമോ? 10,000 ആദ്യഘട്ടമാണ് സ്ത്രീകൾക്ക് അത് കൊടുക്കുന്നത്. അത് സ്ത്രീകളുടെ ഉന്നമനം എന്ന് പറഞ്ഞു പോരാ. താങ്കളുടെ വസ്തുതാവിരുദ്ധമായ വാദമാണ്. ഞാൻ എന്റെ സമയം കളയുന്നില്ല, ജനങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. ഞാനത് പറഞ്ഞോട്ടെ, അത് വസ്തുതാവിരുദ്ധമാണ്. ആ യോജന, ആ പദ്ധതി എന്ന് പറയുന്നത് അത് കൃത്യമായി അതിന്റെ അടുത്ത സ്റ്റേജിലേക്ക് പോകുന്നതാണ്. അത് മഹിളാ റോസ്ഗാർ യോജന എന്ന് പറയുന്നതിന്റെ ആദ്യഘട്ടമാണ്. 1.5 കോടി സ്ത്രീകൾക്ക് ബീഹാറിൽ പ്രയോജനം ഉണ്ടാകുന്ന പദ്ധതിയാണ്. ആ സ്ത്രീകളെല്ലാം വോട്ട് ചെയ്തു. ബീഹാറിൽ BJP ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി അധികാരത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. പറയട്ടെ വോട്ട് വാങ്ങിച്ചു എന്ന് പറയല്ലേ, അത് തെറ്റാണ്. അങ്ങനെ പറയാൻ പാടില്ല. രാജ്യത്തെ ജനാധിപത്യത്തെ ചോദ്യം ചെയ്യുന്നതാണ് വോട്ട് വാങ്ങിച്ചു എന്നുള്ള വാദം. അത് ശരിയല്ല. ഞാൻ അതിനോട് വിയോജിക്കുന്നു. ഞാൻ തുടരുകയാണ് മാഡം. എന്തായാലും നമ്മൾ വടക്ക് കിഴക്ക് ഇന്ത്യയിലേക്ക് നോക്കൂ എന്ന് പറയും. വടക്ക് കിഴക്ക് ഇന്ത്യയിലേക്ക് നോക്കിയാലും അവിടെയും നല്ല രീതിയിൽ കാവി പുതച്ച് കിടക്കുകയാണ്. അവിടെ അപ്പോൾ കൃത്യമായി വികസനം നടപ്പാക്കിയാൽ വികസനത്തിനൊപ്പം ഇന്ത്യയിലെ ജനങ്ങൾ നിൽക്കുമെന്നതിന്റെ സൂചന തന്നെയാണ് വിവിധയിടങ്ങളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിവിടെ കേരളത്തിൽ തൃശ്ശൂർ എടുക്കുമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ എടുക്കും നമുക്ക് കാണാം എന്ന് പറഞ്ഞവരൊക്കെ, സുരേഷ് ഗോപി തൃശ്ശൂർ 75,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ചതും ഇരുന്ന് ചർച്ച ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ കേരളത്തിലെ പ്ലാൻ വിജയിക്കുമോ അല്ലെങ്കിൽ കേരളത്തിൽ BJP വളരുമോ എന്ന് ചോദിക്കുന്നതിനപ്പുറം കേരളത്തിലെ BJPയുടെ വളർച്ച അംഗീകരിക്കാൻ പഠിക്കുക എന്നതാണ്. കാരണം ഇപ്പോൾ തെക്കൻ കേരളത്തിലായാലും മധ്യ കേരളത്തിലായാലും BJPയുടെ വോട്ട് ബേസ് എന്ന് പറയുന്നത് അത് വർദ്ധിച്ചു വരികയാണ്. എന്തുകൊണ്ടാണ് ഇടതുപക്ഷത്തിന്റെ വിവിധ ഫോറങ്ങളിൽ വിലയിരുത്തലുകളിൽ ഈഴവ വോട്ടുകൾ ഒഴുകിപ്പോകുന്നതിനെ കുറിച്ച് ആശങ്കപ്പെടുന്നത്? അത് തിരിച്ചുപിടിക്കാനായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുന്നത് വോട്ട് പോയത് BJPയിലേക്കാണെന്ന് കൃത്യമായി തിരിച്ചറിഞ്ഞത് കൊണ്ടാണല്ലോ. ലോക്സഭാ തെരഞ്ഞെടുപ്പിലടക്കം എങ്ങനെയാണ് BJPക്ക് വോട്ട് വിഹിതം കൂടിയത്? തങ്ങളുടെ കീശയിൽ നിന്ന് ചോർന്നു പോകുന്ന വോട്ടുകൾ അത് എത്രത്തോളമാണെന്ന് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇടതുപക്ഷം മുന്നോട്ട് പോകുന്നത്. എന്തായാലും ഇവിടെ ഇപ്പോൾ ക്രോസ് വോട്ടിങ്ങിനെ കുറിച്ച് നിങ്ങളൊക്കെ പറഞ്ഞതുകൊണ്ട് അതുകൂടി പറഞ്ഞു പോകാം. കേരളത്തിൽ BJP ജയിക്കാൻ സാധ്യതയുള്ള മണ്ഡലങ്ങളിലെ ക്രോസ് വോട്ടിംഗ് നിർത്തിയിട്ടുണ്ടെങ്കിലോ പണ്ടേ BJPക്ക് കേരളത്തിൽ ഇവിടെ സീറ്റ് കണ്ടേനെ. അത് ക്രോസ് വോട്ടിംഗ് ആണ്. അതാണ് തെറ്റ്. ക്രോസ് വോട്ടിംഗ് ആണ്. ജനാധിപത്യത്തെ അട്ടിമറിക്കുന്ന ഈ പരിപാടി ഇടതുപക്ഷവും UDF-ഉം നിർത്തി കഴിഞ്ഞാൽ അട്ടിമറിക്കലാണ്. ജനങ്ങൾക്കുള്ള ചോയ്സ്. വർഗീയതക്കെതിരെ വോട്ട് ചെയ്യുന്നതല്ലോ. BJPയുടെ സ്ഥാനാർത്ഥി വന്ന് വർഗീയത പറഞ്ഞിട്ടാണോ അവിടെ വോട്ട് പിടിക്കുന്നത്? അത് നിങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ബോധ്യമാണെന്നേ അത് കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയും. വികസനത്തിന് വേണ്ടി തങ്ങൾക്ക് വിജയിപ്പിക്കേണ്ടത് ആരെയാണെന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾ തീരുമാനിക്കുക തന്നെ ചെയ്യും. ഇനിയിപ്പോൾ ഓർഗനൈസേഷണൽ ബേസിനെ കുറിച്ച് കൂടി പറഞ്ഞു തന്നെ പോകാം. ഓർഗനൈസേഷണൽ ബേസ് ഇന്നിപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഘട്ടമായി ശക്തമാക്കിക്കൊണ്ടിരിക്കുന്ന പാർട്ടിയുടെ പേര് BJP എന്നാണ്. താങ്കൾ തന്നെ ഈ കഴിഞ്ഞൊരു ചർച്ചയിൽ പറഞ്ഞല്ലോ കോൺഗ്രസിന് ബൂത്ത് കമ്മിറ്റിയിൽ ആളില്ല എന്ന്. ഇപ്പോൾ ആ തീരുമാനം മാറിയിട്ടൊന്നുമില്ലല്ലോ, അഭിപ്രായം മാറിയിട്ടില്ലല്ലോ. പക്ഷേ BJPയുടെ കാര്യം അങ്ങനെയല്ല. 4-6% കിട്ടിയ വോട്ട് 21 12.4 കുറയത്. ശരി, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ കഷ്ടഘട്ടമായി കയറുകയാണെന്ന് പറഞ്ഞാൽ 2016 കിട്ടിയ വോട്ടിനെങ്കിലും കൂടുതൽ കിട്ടേണ്ട 2019 കിട്ടിയില്ലോ. 2016 14.46 അല്ല 24 പാർലമെന്റ് ഇലക്ഷനാണ് കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പാർലമെന്റ് ഇലക്ഷനിൽ കിട്ടുന്ന പോലെ അല്ലല്ലോ. കാരണം 7 മണ്ഡലങ്ങൾ കൂടുമ്പോൾ ഒരു പാർലമെന്റ് ഇലക്ഷൻ എന്റെ സമയമാണ്. അപ്പോൾ താങ്കൾ ഇവിടെ അല്ല, താങ്കളുടെ ഊഴത്തിൽ ഇതൊക്കെ പറയാമായിരുന്നല്ലോ. എന്തായാലും നമുക്ക് ലോക്കൽ ബോഡി ഇലക്ഷനിലേക്ക് വരാം. ലോക്കൽ ബോഡി ഇലക്ഷനിൽ ഘട്ടം എന്നുള്ളത് ഞാൻ താങ്കൾക്ക് പറഞ്ഞു തരാം. 2015 BJP ആകെ ജയിച്ച അല്ലെങ്കിൽ BJPക്ക് അംഗങ്ങൾ ഉണ്ടായത് അല്ലെങ്കിൽ എത്ര അംഗങ്ങൾ എന്ന് ചോദിച്ചാൽ 983 ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ ഉണ്ടായിരുന്നു. അത് 2020 ആകുമ്പോൾ 5 വർഷങ്ങൾക്കിപ്പുറം 1182 കൂടുകയാണ് ചെയ്തത്. അവിടെയാണ് UDF-ന്റെ പൊസിഷൻ എത്രയാണെന്നുള്ളത് കമ്പയർ ചെയ്യേണ്ടത്. ബ്ലോക്കിൽ 21 അംഗങ്ങളിൽ നിന്ന് 37 അംഗങ്ങളിലേക്ക് പടിപടിയായുള്ള വളർച്ചയാണെന്നേ. പതിയെയാണ് വളരുന്നതെന്നേ. പക്ഷേ വളരുകയാണ്, തളരുകയല്ല. മുനിസിപ്പാലിറ്റി അംഗങ്ങളുടെ എണ്ണം 236 നിന്ന് 320 വളർന്നു. കോർപ്പറേഷൻ അംഗങ്ങളുടെ എണ്ണം 59 2020 വന്നു നിൽക്കുകയാണ്. ഈ ഒരു ബേസ് അവിടെയുണ്ട്. അത് പടിപടിയായി ഉണ്ടാക്കിയെടുത്തതാണ്. സാധാരണക്കാരായ പ്രവർത്തകർ പണിയെടുത്തുണ്ടാക്കിയതാണ്. അല്ലാതെ മേളിൽ നിന്ന് ആരും നൂലിൽ കെട്ടി ഇറക്കിയതൊന്നുമല്ല. അപ്പോൾ ആ രീതിയിലുള്ള വളർച്ച എവിടെ ഉണ്ടാകും? പാലക്കാടും പന്തളവും മാത്രമല്ല, കൂടുതൽ മുനിസിപ്പാലിറ്റികളിലെ ഭരണത്തിലേക്ക് എത്താനുള്ള സാധ്യതയും അവിടെ നിൽക്കുന്നുണ്ട്. 22 പഞ്ചായത്തുകളിൽ ഭരിക്കുന്നുണ്ടെങ്കിൽ അത് കൂട്ടാനായിട്ടുള്ള എല്ലാ സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഗ്രൗണ്ട് വർക്ക് അവിടെ നടക്കുന്നുണ്ട്. എന്തായാലും എൻ വാസു ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഇപ്പോൾ ജയിലിലാണല്ലോ. പാർട്ടിക്കാരൻ പഞ്ചായത്ത് പ്രസിഡന്റ്, തദ്ദേശ തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്കും പഞ്ചായത്ത് പ്രസിഡന്റ് പാർട്ടിക്കാരൻ എൻ വാസു സ്വർണം കട്ട് കിടക്കുകയാണ് ജയിലിൽ.
അത് വെച്ചോണ്ടാണ് തെരഞ്ഞെടുപ്പിൽ പോസ്റ്റർ ബോയ് ആണ് എൻ വാസു. ആ എൻ വാസുവിനെ പോസ്റ്റർ ബോയ് ആക്കിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ്. ഭഗവാന്റെ സ്വർണം കട്ട ആളുകളെ കൂടെ കൊണ്ട് നടന്ന ഒരു പാർട്ടിയാണ് ഇവിടെ വന്നിരുന്നു കൊണ്ട് വർഗീയത, അതുപോലെ തന്നെ ഹിന്ദുത്വ പ്രീണനം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഹിന്ദുക്കൾ ഒന്ന് ആഞ്ഞു പിടിച്ചാലുണ്ടല്ലോ, ഹിന്ദു കൺസോളിഡേഷൻ വന്നാലുണ്ടല്ലോ, ഏറ്റവും വലിയ ഹിന്ദു പാർട്ടി ഹിന്ദുക്കളുടെ വോട്ട് വാങ്ങി, ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഹിന്ദുക്കളുടെ വോട്ട് വാങ്ങി അവരെ പറ്റിച്ച പാർട്ടി ഏതാണെന്ന് ചോദിച്ചാൽ അവർക്ക് കൃത്യമായിട്ട് കാര്യം മനസ്സിലാകും. അവരൊന്ന് മാറ്റിക്കുത്തിയാൽ തീരാവുന്നതേ ഉള്ളൂ. സുരേഷ് ഗോപി ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും മുസ്ലിങ്ങളും എല്ലാവരും അടങ്ങുന്ന ജനാധിപത്യ വിശ്വാസികൾ മുഴുവൻ വോട്ട് ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ വിജയിച്ചു. തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ 2ാം സ്ഥാനത്ത് വന്നതും അങ്ങനെ തന്നെയാണ്. അതും ഒരു മാസം മാത്രം പ്രചാരണം നടത്തി 2ാം സ്ഥാനത്ത് 15,000 ഡിഫറൻസിൽ നിൽക്കാമെന്നുണ്ടെങ്കിൽ അടുത്ത തവണ ആ സീറ്റിംഗ് വരും. അത്രേ ഉള്ളൂ, അത്രേ പറയാനായിട്ടുള്ളൂ. എന്തായാലും ഇനി ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. കേരളം ബീഹാർ അല്ല, പക്ഷേ ബീഹാറിന്റെ ഒരു സൂചന അത് കേരളത്തിൽ കൃത്യമായി പ്രതിഫലിക്കുമെന്നുള്ളത് ഉറപ്പാണ്. കാരണം കോൺഗ്രസിന്റെ ഒരു ദയനീയ പ്രകടനം, അതേക്കുറിച്ച് ആർക്കും ചർച്ച ചെയ്യേണ്ട. കോൺഗ്രസിന്റെ ദയനീയ പ്രകടനം, ഇവിടെ ദയനീയമായി നിൽക്കുന്ന അവസ്ഥയിലുള്ളത് രാജ്യത്ത് തന്നെ കോൺഗ്രസ് ആണ്. ഇവിടെ ഒരു പ്രതിപക്ഷമായിട്ട് ഏതെങ്കിലും രീതിയിൽ ഒരു പ്രകടനം കാഴ്ചവെക്കാൻ അവർക്ക് സാധിക്കുന്നുണ്ടോ? അപ്പോൾ കോൺഗ്രസിനെ കുറിച്ച്, കോൺഗ്രസിന്റെ സാധ്യതകളെ കുറിച്ച് ചർച്ച ചെയ്യില്ല. BJP വളരുമോ? BJP വളർന്നാൽ പ്രശ്നമാണ്, നമുക്ക് ക്രോസ് വോട്ട് ചെയ്താലും കുഴപ്പമില്ല എന്ന് പറയും. പക്ഷേ ഇത്തവണ അത് നടക്കില്ല എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. LDF ഇവിടെ തുടർ ഭരണം ആഗ്രഹിക്കുന്നുണ്ട്. LDF അതുകൊണ്ട് തന്നെ ഇത്തവണ ക്രോസ് വോട്ടിംഗ് എന്ന് പറയുന്ന നിങ്ങൾ ഞാൻ ആരോപിക്കുന്ന തരത്തിലുള്ള ഒരു നീക്കത്തിലേക്കൊന്നും പോകുമെന്ന് ഞാൻ എന്തായാലും കരുതുന്നില്ല. ജനങ്ങളുമായി ബന്ധം പുലർത്തുന്ന സ്ഥാനാർത്ഥികളെ നിർത്തിക്കൊണ്ട്, അതുപോലെ വികസിത കേരളം എന്ന് പറയുന്ന ക്യാമ്പയിൻ മുന്നോട്ട് വെച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ BJPക്ക് അപ്രാപ്യമല്ല നിയമസഭ. അക്കൗണ്ട് തുറക്കും ജിമ്മി സാറേ. Meet the editors.